നിപ സ്ഥിരീകരിച്ച യുവതിയുമായി സമ്പർക്ക പട്ടികയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ മുഴുവൻ പേരുടെയും സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായി. 12 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. നിപ ബാധിച്ച 38-കാരിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുന്നു. അജിത്, ഒരു കണക്കിന് ആശ്വാസ വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ സമ്പർക്ക പട്ടികയിലുള്ള 12 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന് പറയുന്ന വാർത്ത. അതിനൊപ്പം ഈ 38-കാരിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണല്ലേ? ലക്ഷ്മി പത്മ, ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഇന്ന് ആരോഗ്യ സംഘം ഉൾപ്പെടെ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യനില കൂടുതൽ മോശമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആരോഗ്യനില ഗുരുതരമാകുന്ന സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ മോണോക്ലോണൽ ആന്റിബോഡി 2ാം ഘട്ടം നൽകിയത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇന്ന് ആരോഗ്യ സംഘം അത്തരത്തിൽ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടാകും. 2 പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സൂചിപ്പിച്ച പോലെ ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന 12 പേരുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കുന്നത്. പനി ഉൾപ്പെടെ വന്നവരും അതുപോലെ തന്നെ അടുത്ത ബന്ധം പുലർത്തിയവരും ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിശോധന ഫലം നെഗറ്റീവ് ആയത് വലിയ തരത്തിൽ ആശ്വാസമാണ്. ആരോഗ്യ സംഘവും അത്തരത്തിൽ തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല, ഇതിലൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രൈമറി കോണ്ടാക്റ്റിൽപ്പെട്ട ഒരു ഇതര സംസ്ഥാന ആളായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിനെ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മലപ്പുറത്താണെന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള ഒരു പരിശോധന കൂടി ഇപ്പോൾ ആളെ കണ്ടെത്താനുള്ള ഒരു പരിശോധന കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അജിത് ബാബു ആണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.